ഇപ്പോൾ സംസാര വിഷയം ഡീസറയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പ്രോസ്തെറ്റിക്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. രാഹുലിന് അത് ഭയങ്കര വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കത് കറക്റ്റ് ഒരു പ്രീ പ്ലാൻ സ്റ്റോറി ബോർഡ് തന്നു രാഹുൽ. അത് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീട് സെറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് ബ്ലെൻഡ് ചെയ്തു. ബോഡിയുടെ ഒരു പഴക്കം ഫീൽ ചെയ്യണം. അത് ആ ലൊക്കേഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടായിരുന്നു. കാന്താര 2 കണ്ടവർക്ക് പോലും പിടി കിട്ടിയിട്ടില്ല. അതിനകത്ത് രണ്ടാമത് ഋഷഭ് ഷെട്ടി ഉണ്ടെന്ന് പോലും. അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ആ പരിപാടി. ഞാൻ ശരിക്കും ലാസ്റ്റ് ടൈം ഇന്നായ മൂവിയാണ്. ഞാൻ നോക്കുമ്പോൾ റെഫറൻസ് കണ്ടിട്ട് നോക്കുമ്പോൾ എന്തായാലും താടിയും മുടിയൊക്കെ പോയി കളഞ്ഞതിന് ശേഷം വേറെ നമ്മൾ ഒട്ടിച്ചെടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. മുഴുവനല്ല, എനിക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യണം, ഈ താടിയും മുടിയും കളയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ശരിക്കും അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. റോണക് സേവിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും പല ലുക്കിലാണ് പല പിക്ചേഴ്സ് കാണുന്നത്. ശരിക്കും എത്ര ലുക്കുണ്ട് റോണക് സേവിയറിന്? ഞാനങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ലുക്കിൽ നിൽക്കുന്ന ആളല്ല. അതറിയാതെ എത്ര ലുക്കുണ്ടെന്ന്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളാദ്യം അവരുടെ മുമ്പിൽ പോകുന്ന ആളുകളുടെ മുമ്പിൽ നമ്മളൊരു ആപ്റ്റാണെന്ന് തോന്നുന്ന രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയരുത്. അത്ര മേക്കപ്പും ഒരു മേക്ക് ഓവറും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറൻസ് എന്താണ്? മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ എഴുതുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് അതിൻ്റെ കഥാപാത്രത്തിനനുസരിച്ച് ഒരാളെ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കുക. അതിനാണ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇപ്പം മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരാളുടെ ഫേസിൽ ഉണ്ടാവുന്ന ചില ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്യുന്നതിനേക്കാണ് മേക്കപ്പ് ചെയ്ത് കറക്ഷൻ ചെയ്യാൻ പറ്റുമോ. 2023 31 സിനിമകൾ ചെയ്തു, 24 32, 2025 ഇപ്പം എത്ര സിനിമകൾ ചെയ്തു? 32 സിനിമ. ഫ്യൂച്ചർ പ്രൊജക്ട്സ് പറയാനുണ്ടോ? ഐ ആം ഗെയിം, ഒറ്റക്കൊമ്പൻ, അതിരടി എന്ന് പറഞ്ഞിട്ട് ബേസിൽ ബാലൻ എന്ന് പറഞ്ഞു ചിദംബരം ഡയറക്റ്റ് ചെയ്യുന്ന പടം, ആട് 3 കുറച്ച് പടങ്ങളുണ്ട്. എനിക്ക് പേര് പറയാൻ അല്ല വീടല്ല പടങ്ങളുണ്ട്, അങ്ങനെയല്ല, എല്ലാം കൂടി ഒരു വർഷം മിനിമം 30 സിനിമകൾ, അതിൽ തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാം പെടും. അതിലെല്ലാം ക്യാരക്ടേഴ്സിന് ലൈഫ് കൊടുക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവിയർ ആണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് FM. ഹായ് ബ്രോ, വെൽക്കം ടു ക്ലബ് FM. 2023 31 സിനിമകൾ ചെയ്തു, 24 32, 2025 ഇപ്പം എത്ര സിനിമകൾ ചെയ്തു? 32 സിനിമ. സത്യം ഞാൻ അങ്ങനെ ഇത് നോക്കാറില്ല. കാരണം എന്താ പറയുക, ഇത് ചെയ്യാൻ ഇത് ഓടുന്നതിനിടയിൽ അങ്ങനെ കണക്കെടുത്ത് നോക്കാറില്ല. ഇപ്പോൾ സംസാര വിഷയം ഡീസറയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പ്രോസ്തെറ്റിക്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ കുറച്ച് കൂടിയെന്നൊരു സംശയമുണ്ട്. കാരണം അത്രയും നമ്മൾ ഹൊറിഫൈങ് ആണ് തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു മീറ്റർ ലെവലൊക്കെ രാഹുൽ പറഞ്ഞിട്ടുണ്ടാണ് ഇത്ര ആൾക്കാരിലേക്ക് ആ ഒരു ഫിയർ എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം വരണം എന്ന്. അതെ, രാഹുലിന് അത് ഭയങ്കര വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കത് കറക്റ്റ് ഒരു പ്രീ പ്ലാൻ സ്റ്റോറി ബോർഡ് തന്നു രാഹുൽ. അത് കറക്റ്റായിട്ട് അതിൻ്റെ മൊത്തത്തിലൊരു സീൻ്റെ സ്റ്റോറി ബോർഡ്, പിന്നെ ആക്സിഡൻറ്റ്, ഒരു ബിൽഡിങ്ങിന് മേളിൽ നിന്ന് വീഴുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ, അതിലൊക്കെ അതിൻ്റെ ഒരു പ്രീ വിഷ്വൽ എനിക്ക് കാണിച്ചു തന്നു. ശരിക്കും ഇങ്ങനെ വേണം എന്നുള്ളത്, ഇങ്ങനെ വേണം. അതിൽ നമുക്ക് എന്തൊക്കെ പ്രോസറ്റിക്സ് ആഡ് ചെയ്യാം, എന്തൊക്കെ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിൽ ഞങ്ങൾ അതിന് വേണ്ടി ഒരു 2-3 പ്രാവശ്യം മീറ്റിങ്ങുകൾ ഇരുന്നതിന് ശേഷമാണ് അത് അതിലേക്ക് എത്തിയത്. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് അങ്ങനെ എത്തിയത്. റെഫറൻസസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ ഇതിനകത്ത് ഈ ഡീസറെ കണ്ടിട്ട് പറയുന്നത് ഭയങ്കര ഇത് ഇന്റർനാഷണൽ മൂവി, അത് ഇംഗ്ലീഷ് മൂവീസിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ടച്ച് ഉണ്ട് ഇതിന്, ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഒരു കോൺജറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹോണ്ടിങ് ഇൻ ദ കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന ഹൊറർ മൂവീസിൻ്റെ ഒക്കെ അതിൽ വരുന്ന ഈ പറയുന്ന ഒരു ഫിയർ ഫേസസ് വല്ലതും റെഫറൻസ് ആയിട്ട് എടുത്തിരുന്നോ? ഇല്ല, റെഫറൻസുകൾ അങ്ങനെ ഇന്ന ഒരു ഇതിൻ്റെ ഒരു റെഫറൻസ് എന്നുള്ള സാധനം പിടിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന ഹോളിവുഡിൽ ചെയ്തിട്ടുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അതിൻ്റെ ഒക്കെ ഇൻസ്പയർ ആകുന്നുണ്ട്. അല്ലാതെ ഇപ്പം ഇതിലേക്ക് ഈ പറയത്തിന് ഡേസറയ്ക്ക് വേണ്ടി ഒരു ഇന്ന റെഫറൻസ് എന്നുള്ള സാധനം അങ്ങനെ ഒന്നും തന്നിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറച്ച് സീക്വൻസുകളുണ്ട്, രാഹുലിന് ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക. ഇപ്പം അതിൽ 1-2 പ്രോസ്തെറ്റിക്സിന്റെ പരിപാടിയിൽ കറക്റ്റ് റെഫറൻസുകൾ ഇല്ല അതിന്. ഇപ്പൊ പടം കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും, നമുക്കത് എടുത്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്താ പറയാ, ഇത്ര നാള് പഴക്കമുള്ള ശരീരത്തിന് അത് ചിലപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് ബോഡി ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് റെഫറൻസസ് കിട്ടും. പക്ഷെ അത് ഇത് സ്റ്റോറിയിൽ പറയുന്ന ടൈപ്പ് റെഫറൻസ് കിട്ടില്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് ഒരു റഫ് ഇത് ഒരു ഐഡിയ കാണിച്ചു, അത് കൺഫർമേഷന് വേണ്ടി പുള്ളിനെ കാണിച്ചു. ഫസ്റ്റ് ഇത് എന്താ പറയുക, ഫസ്റ്റ് ഡിസൈൻ കാണിച്ചു, അതിൽ നിന്ന് കറക്ഷൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം അതിനു വേണ്ടി പണിയെടുത്തു.
പ്രോസത്തിക്സ് വർക്കിന് വേണ്ടി, അതിനുവേണ്ടി മാത്രം. അതിനുശേഷം നമ്മൾ ആ ലൊക്കേഷനിൽ, അത് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയി അത് ആ ലൊക്കേഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചത്തെ വർക്ക് ഉണ്ടായിരുന്നു. ഓ അത്രയും. കാരണം ആർട്ട് ഡയറക്ടർ അത് ആ ലൊക്കേഷൻ അത് എന്താ പറയുക സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വീട്. അപ്പോൾ ആ വീട്ടിൽ സെറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ മുറിയിൽ നമ്മൾ കട്ടിലയിൽ കൊണ്ടുപോയി ബോഡി ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. ഓക്കെ. ഇത് ആദ്യം കൊണ്ട് ഇപ്പൊ രാഹുലിനെ കാണിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഈ പറയുന്നത് എന്താണ്, ക്ലേ മോഡൽ വെച്ചിട്ടുള്ള സ്ട്രക്ചർ? ഒരു അതിന്റെ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഞങ്ങളത് ഇതിന്റെ ഐപാഡിൽ അത് കൊണ്ട് എന്റെ ഫോട്ടോസ് കാണിച്ചു. ഓക്കെ. അതിനുശേഷം അടുത്ത സ്റ്റേജ് ചെയ്യുമ്പോഴേക്കും വീണ്ടും കാണിക്കുക. അങ്ങനെ 1-2 സ്റ്റേജസ് കാണിച്ച് അതിന്റെ ലാസ്റ്റ് ഇത് വന്നപ്പോഴേക്കും ലാസ്റ്റത്തെ പോർഷൻ കാണിച്ച് അതിൽ ചെറിയ കറക്ഷൻസ് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം നമ്മളത് നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. ഓക്കെ. അതിനുശേഷമാണ് ലൊക്കേഷനിൽ ഷൂട്ടിന് ഒരാഴ്ച മുമ്പ് ലൊക്കേഷനിൽ പ്രോസത്തിക്സ് അത് അവിടെ പ്ലേസ് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തു. നമ്മൾ ഒരു ദിവസം കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ചില മെറ്റീരിയൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണങ്ങില്ല ചിലപ്പോൾ. അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ട്, കാരണം അത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവണം. അത് ആ ലൊക്കേഷനിൽ ആ പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് ബ്ലെൻഡ് ആവണം. അപ്പോൾ ഒരു സ്റ്റേജ് ഞാൻ കളർ ഇത് ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് ബ്ലെൻഡ് എന്ന്, അതോ ഈ പറയുന്ന എന്താ പറയാ ലൈക്ക് ടെക്നിക്കലി ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവായിരുന്നു. അത് ബോഡി കിടക്കുന്നുണ്ട്, ബോഡിയുടെ ഒരു പഴക്കം ഫീൽ ചെയ്യണം. ഓക്കെ. ആ കിടന്ന സ്ഥലത്ത് കിടന്നൊരു പഴക്കം ഫീൽ ചെയ്യണം. ഓ മനസ്സിലായി. ഓ അത് ശരി. അപ്പൊ ആ പഴക്കം ഫീൽ ചെയ്യണമെങ്കിൽ ആ കിടന്ന സ്ഥലത്ത് ആ കിടക്കുന്ന ഇതുമായിട്ട് ബ്ലെൻഡായി ബോഡി അഴുകി വരുന്നൊരു ബെഡും അതുമായിട്ടൊക്കെ ബ്ലെൻഡ് ആയി വരുന്നത്. അതിന്റെ ഇത് ചിലപ്പോൾ ആ ദിവസങ്ങളുടെ പഴക്കത്തിനനുസരിച്ച് താഴേക്കും ഉണ്ടാവും. ആ താഴെ വീണ് നടക്കുന്ന സ്ഥലത്ത് അതിനോടനുസരിച്ച് മറ്റേ പൂപ്പലുകൾ ഉണ്ടാവും. അപ്പൊ അത് ഞാനൊരു സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ചെയ്യുന്നത് ആർട്ട് ഡയറക്ടറാണ്. പിന്നെ അത് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റേജ് ഞങ്ങൾ വന്നിട്ട് വീണ്ടും ചെയ്യും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പോയി അത് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തെടുത്ത പരിപാടികൾ. ഇനീഷ്യലി ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ഐപാഡിൽ കൊണ്ട് കാണിച്ചെന്ന് പറയുമ്പോൾ അതെന്താണ്, നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിലാണോ അതോ ഈ ക്ലേ ചെയ്തതിന്റെ ഫോട്ടോസ് പല ആംഗിളിൽ കൊണ്ട് കാണിക്കുന്നത്? ആദ്യം ഡിസൈൻ കാണിക്കും നമ്മൾ. ഡിസൈൻ കാണിച്ച എന്റെ എനിക്കൊരു ടീമുണ്ട്, പ്രോസത്തിക്സിന്റെ ടീമുണ്ട്. ടീമിനെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ ഡിസൈൻസ് ആദ്യം കാണിക്കും. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റേജ് ചെയ്ത് ക്ലേ വർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഫോട്ടോസ് കാണിക്കും. കാരണം എന്നുവെച്ചാൽ ഇത് എല്ലാം ചെയ്ത് മോൾഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി ചെയ്യല് പണിയാണ്. ഒരു കുറച്ച് ദിവസത്തെ വർക്കാണ്, 2-3 ആളുകൾ ഇരുന്ന് വർക്ക് ചെയ്യണം. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫിലിമിലെ പോസ്റ്റേഴ്സിൽ ഈ പറഞ്ഞ പോലെ പേര് വരും, റോണക് സേവിയർ എന്നുള്ള പേര് വരുമ്പോഴത്തേനും അത് കണ്ടിട്ട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്ന കുറച്ച് ഈ പറയുന്ന എന്താ പറയുക മേക്കപ്പിന്റെ അല്ലെങ്കിൽ പ്രോസ്തെറ്റിക്സിന്റെ ഒക്കെ ഇത് വെച്ചിട്ടായിരിക്കും ക്യാരക്ടറിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ പുറത്തെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ തന്നെ? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുങ്കിലൊക്കെ വിളി വന്നത് കണ്ടിട്ടാണ്. ഞാൻ ചെയ്ത എൻ്റെ മലയാള ഫിലിമിലെ വർക്കുകൾ കണ്ടിട്ടാണ് വിളിച്ചിരുന്നത്. ഗരുഡ ഗമന എന്ന പടത്തിൽ രാജ്ബി ഷെട്ടിയുടെ ടീം എന്നെ വിളിച്ചത്, ഞാൻ വർക്ക് ചെയ്തത് നമ്മളെ ലിജോ ചേട്ടൻ്റെ വർക്കുകൾ, എന്താ പറയുക ഡബിൾ ബാരല് അങ്ങനെയുള്ള പടങ്ങൾ കണ്ടിട്ടാണ് വിളിച്ചത് തന്നെ. ദിലീഷ് പോത്തൻ്റെ വർക്കുകളൊക്കെ അവരൊക്കെ കാണുന്ന ആളുകളാണ്, ഇവരുടെ വർക്കുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അത് കണ്ടിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ എന്നും ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അത് ശരി, നമുക്കൊരു വർക്ക് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. അങ്ങനെ മീറ്റിംഗ്. ഇപ്പൊ ഇത്രയും പടങ്ങൾ ഒരു വർഷം ചെയ്യുന്നു പറഞ്ഞോട് ചോദിക്കുകയാണ്, ഈ ഒരു സമയം പാരലലി എത്ര സിനിമകൾ ചെയ്യും? 5 പടം പോകുന്നുണ്ട്. 5 പടം പാരലലി? എങ്ങനെ ലൈക്ക്? എനിക്ക് ടീമുണ്ട്. ഒരിക്കലും എനിക്ക് ഒറ്റക്ക് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇത് ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്താലും 2 സിനിമ ചെയ്തിരുന്നാലും 5 സിനിമ ചെയ്താലും നമുക്ക് ഒരിക്കലും എനിക്ക് ഒറ്റക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു ടീമുണ്ട്. ഇപ്പം എൻ്റെ ഒരു കൂട്ടായ പരിശ്രമത്തിൽ നമുക്ക് എല്ലാം നന്നാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പ്രോസത്തിക്സ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലും അതിനെനിക്കൊരു ടീമുണ്ട്. എനിക്ക് എല്ലാം പോയി എനിക്ക് ഒറ്റ കോടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോലും അതിനെനിക്കൊരു ടീമിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ടീമിനെ വെച്ചിട്ട് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും ഒരു മേക്കപ്പ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇതുവരെ അതായത് റോണക് സേവിയർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ? ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക്, ആക്ടേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നീഷ്യൻസിലോ ഡയറക്ടേഴ്സിലോ ആരെങ്കിലും വന്നിട്ട് ഈ ഒരു ഇത് ഭയങ്കര സംഭവമായിരുന്നു? ഒരുപാട് പേര് അങ്ങനെ ഞാൻ ചെയ്തൊക്കെ പണ്ട് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഞാനിപ്പം എന്താ പറയുക 7000 കണ്ടി എന്നൊരു പടം, അതിലാണ് ഞാൻ ഫസ്റ്റ് പ്രോസത്തിക്സ് വർക്കുകൾ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയത്. അത് കണ്ടിട്ട് തന്നെ തുടക്കത്തിൽ ഇപ്പോൾ ലിജോ ചേട്ടൻ ഫസ്റ്റ് അത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. പിന്നെ അങ്ങനെ ആ ടൈം മുതലേ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഇന്ന ആളെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല സത്യം പറഞ്ഞാൽ.
പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതലും നമുക്ക് ഈ ഓൺലൈനിലൊക്കെ ചില ആളുകൾ നമ്മൾ ചെയ്ത വർക്കുകൾ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായങ്ങൾ പോസ്റ്റ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. മെസ്സേജ് അയക്കാറുണ്ടോ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ? ഒന്ന് രണ്ട് വിളിക്കാറുണ്ട് കുറെ പേര്, നിങ്ങളുടെ വർക്കുകൾ കാണാറുണ്ട്. ഇപ്പോൾ ലോകയുടെ വർക്ക് കഴിഞ്ഞപ്പോൾ ഒരുപാട് കോൾ വന്നു എനിക്ക്. അത് ശരിക്കും പറഞ്ഞാൽ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ വിളിച്ച കുറെ പേര്. ചേട്ടാ അത് ഇൻസ്റ്റയിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിച്ച് കുറച്ച് പേരുണ്ട്. ചേട്ടൻ്റെ വർക്കുകൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, കാണാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് മെസ്സേജസ് വരും, അവരിട്ട പോസ്റ്റുകൾ കാണും. ഇങ്ങനെ ഇന്ന ആളുടെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അത് കാണുമ്പോൾ ഒരു സന്തോഷം, കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് ആണല്ലോ, റിസൾട്ട് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതുകൂടാതെ ഒരുപാട് പേര് അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ വർക്കിനോട്, ഇപ്പോൾ ഞാൻ മറ്റേ പൂക്കാലം എന്ന് പറഞ്ഞ ഇതിൽ കുട്ടേട്ടൻ്റെ ഇത് ചെയ്തപ്പോൾ കുട്ടേട്ടൻ എനിക്ക് ഭയങ്കര ഒരു അപ്രിസിയേഷൻ തന്നു. അതിൽ കുട്ടേട്ടൻ എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു എനിക്ക്. ഒരു മോതിരം. പുള്ളിക്ക് ആ ഫസ്റ്റ് ലുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അതുപോലെ തന്നെ മേരിക്കുട്ടി ഞാൻ ചെയ്യുന്ന സമയത്ത് ജയേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജയേട്ടൻ ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഓക്കെ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യങ്ങളാണ്, ഓർമ്മയിൽ നിൽക്കുന്ന കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ മേക്ക് ഓവേഴ്സ് എന്ന് പറയാറുണ്ട്, ബട്ട് അൾട്ടിമേറ്റ്ലി അത് മേക്കപ്പ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരു മേക്കപ്പും ഒരു മേക്ക് ഓവറും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറൻസ് എന്താണ്, മേജർ ഡിഫറൻസ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ? മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ, ഒരു ക്യാരക്ടർ നമ്മളൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച്, അതിൻ്റെ കഥാപാത്രത്തിനനുസരിച്ച് ഒരാളെ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കുക, അതിനാണ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റിനെ ആ ക്യാരക്ടറിനനുസരിച്ച് കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ക്യാരക്ടറിന് എല്ലാ രീതിയിലും ആപ്റ്റായ ഒരാളായിരിക്കില്ല. ചിലപ്പോൾ എല്ലാ രീതിയിലും ആപ്റ്റായ ഒരാളെ കിട്ടുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് പണിയെടുക്കേണ്ടി വരില്ല. ആ സമയം ചിലപ്പോൾ അതിനോട് ആ ആപ്റ്റ് അല്ലാത്ത ആളെ നമ്മൾ മേക്കപ്പിലൂടെ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കണം. അപ്പം അതിനാണ് മേക്ക് ഓവർ എന്ന് പറയാം. നമ്മൾ ആ ആളെ നമ്മൾ അതിന് വേണ്ടി, ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മളൊരു കാസ്റ്റിംഗ് വിളിക്കുമ്പോൾ നേരത്തെ നമ്മൾ പോയിട്ട് ഞാൻ ഡയറക്ടർ അവരെ നേരത്തെ വിളിച്ച് വരുത്തി ഈ ആർട്ടിസ്റ്റിന് നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി മുടി വളർത്തണം, താടി വളർത്തണം, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചിലപ്പോൾ വെയിറ്റ് ഉള്ള ആളെ നമ്മളൊന്ന് മെലിയാൻ പറയും. അപ്പം അതിന് വേണ്ടി ആ ക്യാരക്ടറിനെ അതിലേക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് പെട്ടെന്നൊക്കെ ചില ആളുകളെ കാസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കാൻ ചില സമയത്ത് നമ്മൾ ആഡ് ഓൺ പരിപാടിയിലേക്ക് പോകും. ചിലപ്പോൾ വിഗ് വെക്ക് അല്ലെങ്കിൽ താടി മീശ വെട്ടികൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ടി വരും. അതാണ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. മറ്റേ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരാളുടെ ഫേസിൽ ഉണ്ടാവുന്ന ചില ചെറിയ എന്താ പറയുക കറക്ഷൻസ് ചെയ്യുന്നതിനൊക്കെയാണ് മേക്കപ്പ് ചെയ്ത് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഈ ചെറിയ ഷെയ്ഡ്സ് അങ്ങനെയുള്ള പാടുകൾ അതൊക്കെ സിനിമയിൽ ചെയ്യുമ്പോൾ ഇപ്പം അതിൻ്റെ സിനിമയിലെ ക്യാരക്ടറിന് വേണ്ടി ആവശ്യം വന്നാൽ വേണമെങ്കിൽ മാത്രമേ ചെയ്യാന്നുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ. കാരണം എന്താ പറയാ, പഴയ ഫിലിം ക്യാമറ എന്നൊക്കെ മാറി ഡിജിറ്റലിലേക്ക് വന്ന പിന്നെ അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞപ്പോ. ശരിക്കും പറയും മേക്ക് ഓവറിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാന്താര 2 കണ്ടവർക്ക് പോലും പിടി കിട്ടിയിട്ടില്ല. അതിനകത്തൊരു രണ്ടാമത് ഋഷഭ് ഷെട്ടി ഉണ്ടെന്ന് പോലും അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത്രയും എഫക്റ്റീവ് ആണ് ശരിക്കും. അതൊരു മേക്കപ്പ് മാനിന്റെ ഒരു സക്സസ് അല്ലേ? അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു പരിപാടി. അതായത് ശരിക്കും എൻ്റെ അടുത്ത് ഞാൻ ശരിക്കും ലാസ്റ്റ് ടൈം ഇന്ന മൂവിയാണത്. പിന്നെ ഒരു മൂവി സ്റ്റാർട്ടിങ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് എന്നെ അതിനകത്ത് വിളിക്കുന്നത്. ഓ, ലാസ്റ്റ് മിനിറ്റ് ആണ്? ഒരാഴ്ച മുമ്പാണ് ഞാൻ അതിനകത്ത് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറച്ച് ചുരുങ്ങിയ സമയം കിട്ടിയുള്ളൂ എനിക്ക്. അതിൽ നിന്നാണ് നമ്മൾ കിട്ടിയ പരിപാടികൾ സമയം വെച്ചിട്ട് ഓരോ ക്യാരക്ടറുകൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു പോയിന്റിൽ ഋഷഭ് വിളിച്ചിട്ട് പറഞ്ഞു, അവരെ ഒരു ക്യാരക്ടർ ഒരു റെഫറൻസ് ഉണ്ടോന്ന്, ഈ ക്യാരക്ടർ ഇത് ചെയ്തെടുക്കണം, നമുക്ക് എങ്ങനെ ഒരു ഗെറ്റപ്പ് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, അപ്പം എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ഇത് പരിപാടി ഈ ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഋഷഭിന്റെ ആ അതിലെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ താടിയാണ് മുടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കില്ല ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ആ ഗെറ്റപ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ റെഫറൻസ് കണ്ടിട്ട് നോക്കുമ്പോൾ എന്തായാലും താടിയും മുടിയൊക്കെ പോയി കളഞ്ഞതിന് ശേഷം വേറെ നമ്മൾ ഒട്ടിച്ചെടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഉള്ളിനല്ല, എനിക്ക് ഇതിന്റെ ഇടയിൽ തന്നെ ചെയ്യണം, ഈ താടിയും മുടിയും കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ശരിക്കും അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. ഞാൻ എനിക്ക് കുറച്ച് അതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമുക്കൊരു നാച്ചുറൽ ഇതിലേക്ക് എത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വലിയൊരു താടി വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ചെയ്യുക, ഇത്രയും വലിയൊരു മുടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ചെയ്യുക, അതിന്റെ മുകളിൽ പ്രോസതിക്സ് ചെയ്യുക, ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, അതിന് ടൈം തരാം, നമുക്ക് ആലോചിക്കാം. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുത്തു.
അങ്ങനെ അത് ഒരു ദിവസം ഒരു ട്രയൽ നടത്തി, ഒരു 2 പ്രാവശ്യം ട്രയൽ ചെയ്തു. അതൊരു പുള്ളിക്ക് ഓക്കെ. ഓക്കെ, ഒരു പ്രാവശ്യം ട്രയൽ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായിരുന്നു, രണ്ടാമത്തിൽ ഓക്കെ. ശരിക്കും എന്റെ അടുത്ത ചോദ്യം ഏതായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് കയറിയിട്ട് അടിപൊളി റിസൾട്ട് കിട്ടിയ പടം ഏതാണെന്ന് ചോദിക്കാൻ വന്നത്. അത് തന്നെ ആയിരിക്കും കാന്താര. കാന്താരയ്ക്ക് മുമ്പ് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് കയറി പക്ഷെ ട്രമെൻഡസ് റിസൾട്ട്, ഔട്ട് ഇറങ്ങി. ഉറപ്പായിട്ടും എനിക്ക് 2 സിനിമയിലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 2 സിനിമ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായത്. മേരിക്കുട്ടി ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായത്. പക്ഷെ അത് അല്ല, ഇപ്പൊ മേരിക്കുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേജർ ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ശരിക്കും ഒരുപാട് പ്രീ പ്ലാൻഡ് ആയിരിക്കത്തില്ലേ? ഇല്ല, പക്ഷെ എനിക്ക് അതൊക്കെ പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് വന്നത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ശരിക്കും എങ്ങനെയാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ഒരു വലിയ ചലഞ്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് തരുന്ന ചില ടാസ്കുകളുണ്ട്. ചില സമയത്ത് പറയും എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം, ചില സിറ്റുവേഷനിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട ചില പ്രോസത്തിക്സ് വർക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ ചില ഗെറ്റപ്പുകൾ, ചിലപ്പോൾ പെട്ടെന്ന് ചില ആർട്ടിസ്റ്റുകൾക്ക് വേറെ വർക്കിൻ്റെ സ്ഥലത്ത് ഡേറ്റ് ഇഷ്യൂസ് കാര്യങ്ങളുള്ള സമയത്ത് ഇവിടുത്തെ ഇതുമായിട്ട് കറക്റ്റ് പോകാൻ പറ്റുന്ന ഗെറ്റപ്പുകൾ ചിലപ്പോൾ പിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ടാസ്ക്കാണ്, ചലഞ്ചിങ് പരിപാടിയായിട്ട് വരും. ഇപ്പം ഈ പറഞ്ഞ ഇത് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ എന്താ പറയുക കാന്താരയിലെ തന്നെ അത് അങ്ങനത്തെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു അത്. അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ആദ്യം ആ ക്യാരക്ടർ വേറൊരാളെ വെച്ച് ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്തതാണ്, അങ്ങനത്തെ ഒരു ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വെച്ച് പ്ലാൻ ചെയ്തിട്ട് പിന്നെയാണ് ഋഷഭ് പറഞ്ഞത് പുള്ളി തന്നെ ചെയ്യാൻ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ അതൊരു ചലഞ്ചിങ് ആണ്. അവർ ആ ഗെറ്റപ്പ് ആ ക്യാരക്ടറിൽ പുള്ളിക്ക് നമ്മളത് അച്ചീവ് ചെയ്ത് കൊടുത്താലേ അവരത് ചെയ്യാൻ തീരുമാനിക്കുള്ളൂ. മനസ്സിലായി. ഞാൻ ആ ചെയ്ത സാധനം അതാ അവർ ഉദ്ദേശിക്കുന്നതിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ചെയ്യാൻ തീരുമാനിക്കുള്ളൂ, ഇല്ലെങ്കിൽ അവർ വേണ്ട നോക്കും. നമ്മൾ കൊടുക്കുന്ന ഔട്ടിലാണ് ആ ക്യാരക്ടർ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഔട്ട് കറക്റ്റ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അത് വേണ്ട നോക്കും. ഓക്കെ. ഇതുവരെ ഈ പറഞ്ഞ പോലെ ഏറ്റവും, അതായത് ചെയ്തതിൽ ഏറ്റവും ചലഞ്ചിങ് ഈ പറഞ്ഞ കാന്താര അല്ലാതെ ഏറ്റവും ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു പ്രോജക്റ്റ് ഏതായിരുന്നു? ഇപ്പം ഡേസേറ തന്നെ. പ്രോസത്തിക്സ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യണം എന്നുള്ളൊരു സാധനം ഷോക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അത് ചെയ്യണം നല്ല രീതിയിൽ. നല്ല ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ എല്ലാരും ഭയങ്കര നല്ലൊരു ഔട്ട് കിട്ടിയെന്ന് പറയുന്ന പോലെ അത്രയും നല്ലൊരു ഔട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹത്തിൽ ചെയ്തൊരു വർക്ക് കേട്ടപ്പോ. കാരണം രാഹുലിനത്, കാരണം എന്നെ ഏൽപ്പിച്ചതാണ് രാഹുൽ, വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. എന്നിട്ട് രാഹുൽ ചോദിച്ചു ഇങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട്, എന്താണ് റോണസൻ എന്താണ് ചെയ്യാൻ ഓക്കെ ആണെന്ന്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്തുതരാം. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മളെ ഏൽപ്പിച്ചൊരു വിശ്വാസം, ആ വിശ്വാസം നല്ല രീതിയിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഔട്ട് കൊടുക്കാൻ പറ്റി. അപ്പൊ അത് ഏറ്റെടുത്തതിന് പിന്നെ ഒരു ചെറിയ ഉള്ളിലൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, പിന്നെ ചെയ്തു. ഇപ്പോ കത്തനാർ നമുക്കറിയാം നടക്കുന്നുണ്ട്. ശരിക്കും എന്താണ് കത്തനാർ, എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കത്തനാരില്? കത്തനാറിന്റെ ഒരു ലുക്കിന്റെ ബ്രീഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൾമോസ്റ്റ് അത് തീർന്നു, ഇനി കുറച്ച് ദിവസം വർക്കും കൂടി ഉള്ളൂ. ബാക്കി മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് ഇതുപോലെ തന്നെ റോജിന് ഒരുപാട് നാൾ മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അത്. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നതല്ല കേട്ടോ, അത് പ്ലാൻഡ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് പ്രീ പ്ലാൻഡ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഒരു പടത്തിന്റെ ഏത് സ്റ്റേജിലാണ് ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇന്നാവുന്നത്? ഫസ്റ്റ് എന്താ പറയാ, അതിന്റെ സ്ക്രിപ്റ്റ് ആയി അതിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം കാസ്റ്റിംഗിന് മുമ്പ് കാസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നാക്കും. കാരണം വെച്ചാൽ അതിന് ആ ക്യാരക്ടറെല്ലാം എങ്ങനെയാണ് അതിന്റെ ഗെറ്റപ്പുകൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള കേസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം. കാരണം ആ സ്ക്രിപ്റ്റ് നമുക്ക് തന്നു, സ്ക്രിപ്റ്റ് വായിച്ച് ആ ക്യാരക്ടറിനെ കുറിച്ച് ബ്രീഫ് ചെയ്ത് ആ ക്യാരക്ടറിന് ആർട്ടിസ്റ്റുകളെല്ലാവരും ആപ്റ്റാണോ നോക്കി അതിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ചേഞ്ചസ് കൊടുക്കണം. അങ്കമാലി ഡയറീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് കാസ്റ്റിംഗ് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് നടക്കുന്ന സമയം മുതലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ജൂണിൽ. അങ്ങനെയൊക്കെ നമ്മൾ ആ സമയം മുതലേ ഇന്നായിട്ടുണ്ട്. ഇപ്പൊ മേക്കപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായോണ്ടാണെന്ന് അറിയത്തില്ല, റോണക് സേവിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും പല ലുക്കിലാണ് പല പിക്ചേഴ്സ് കാണുന്നത്. ശരിക്കും എത്ര ലുക്ക് ഉണ്ട് റോണക് സേവിയറിന്? ഞാൻ അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ലുക്കിൽ നിൽക്കുന്ന ആളല്ല. അതറിയാതെ ചോദിച്ചാൽ എത്ര ലുക്ക് ഉണ്ടെന്ന്. ഇത്ര ലുക്ക് എന്നൊന്നും ഒരു കണക്കൊന്നും നോക്കിയിട്ടില്ല. എന്നാലും തോന്നുന്ന സമയങ്ങളിൽ മാക്സിമം എന്താ പറയാ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളാദ്യം ഒരു എന്താ പറയാ, അവരുടെ മുമ്പിൽ പോകുന്ന ആളുകളുടെ മുമ്പിൽ നമ്മളിതിന് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയരുത്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ആ സമയത്ത് ട്രെൻഡ് പുള്ളിക്ക് പണി അറിയാം, ലുക്കിൽ പിടിക്കണം. കാരണം ഞാൻ തുടക്ക സമയങ്ങളിൽ ലുക്ക് എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്താണ്
ലുക്ക് വൈസ് ഇത് വെച്ചിട്ട് എനിക്ക് പല സ്ഥലങ്ങളിലും വർക്കുകൾ പോയിട്ടുള്ള ആളാണ് എൻ്റെ. അതെയോ? അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ഈ പടങ്ങളെ കാണുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ഭയങ്കര ഡൗട്ട് തോന്നാറുള്ളൊരു സംഭവമാണ്. അതായത് ഈ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നു ഫൈറ്റ് ചെയ്യുന്നു, പക്ഷേ ഈ ഫൈറ്റിനിടയ്ക്കും അവരുടെ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇന്ന് കുറച്ചുകൂടെ നാച്ചുറാലിറ്റി ഉണ്ടെങ്കിൽ പോലും എത്ര എന്ന് പറഞ്ഞാൽ അവരുടെ ലുക്കിനെ അത് കോംപ്രമൈസ് ചെയ്യുന്നില്ല. ആ മേക്കപ്പ് ഇതിനെ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ മേക്കപ്പിന്റെ ഒരു യൂണിഫോമിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ത്രൂ ഔട്ട്? അത് നമ്മളതിൻ്റെ കുറേ അതിന് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്ന സാധനങ്ങളുടെ എല്ലാം കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എൻ്റെ ടീമും അതിൻ്റെ കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം ഒരുപാട് അതിന് വേണ്ടി നോട്ട് ചെയ്ത് വെക്കും. അല്ലാതെ ഒരിക്കലും പറ്റില്ല അത്. കാരണം ഒരു ദിവസം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇതെല്ലാം തീരുന്നത്, മൾട്ടിപ്പിൾ ഡേയ്സിലായിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഒരു 4-5-6 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഫൈറ്റൊക്കെ തീർക്കുന്നത്. അപ്പം അതിൻ്റെ ബ്ലഡിൻ്റെ ബ്ലഡ് ഇപ്പം നമ്മളൊരു മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ബ്ലഡ് ഒഴിക്കുന്ന ഷേപ്പ്, ആ മാർക്കിൻ്റെ വലിപ്പം, ഇടുന്ന പൊസിഷൻ, അതെല്ലാം കറക്റ്റ് നമ്മൾ ആ സെയിം പൊസിഷനിലും അതേ വലുപ്പത്തിൽ തന്നെ നമ്മൾ പിറ്റേ ദിവസം ഇട്ട് പോകണം കണ്ടിന്യൂറ്റി. അതിന് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ആർട്ടിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ എൻ്റെ ടീം അതുപോലെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിലും അത് ഫോളോ അപ്പ് ചെയ്യണം. മനസ്സിലായി, ആ ഒരു പ്രോസസ്സ് നടക്കണം. ഇപ്പോൾ പ്രോജക്റ്റ് വന്നു, നമ്മൾ ഇന്നായി, ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ഇതെല്ലാം കണ്ടു, എന്നിട്ട് ഈ പറഞ്ഞ ഇന്ന സാധനങ്ങൾ മതി എന്ന് ഡയറക്ടറും കൺഫേം ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രോസ്തെറ്റിക്സ് മതി, ഇന്ന മേക്കപ്പ് മതി എന്നൊക്കെ. എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഷൂട്ടിൻ്റെ അന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് സെറ്റിൽ എത്തുമ്പോഴത്തേനും പുള്ളിയുടെ ഒരു പ്രോസസ്സ് എന്താണ്? അതിൽ ആ പറഞ്ഞ ലുക്ക്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഡയറക്ടർ പറഞ്ഞ സാധനത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം കുറെ കൂടി ബെറ്റർ ആയിട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ വെച്ചതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ബെറ്റർ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഏറ്റവും ലേറ്റസ്റ്റ് എന്താ കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ സെറ്റിലെത്തി, ഇപ്പൊ പറഞ്ഞ മേക്കപ്പ് ചില സമയത്ത് എല്ലാ മേക്കപ്പും എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ റൈറ്റ് സെൻസിൽ എടുക്കണമെന്നില്ല എന്നൊക്കെ. അപ്പോൾ അത് അവരോട് ഈ പറയുമ്പോഴത്തേന് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അടുത്ത്? അത് നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണ് പല ആൾക്കും അത് മനസ്സിലാവാത്തത്. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് അവരോട് ഇപ്പോൾ നമ്മളിപ്പോൾ പോയി പറയാണ് ഈ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് പറ്റൂല, കാരണം വേറെ ഒന്നും ഈ സൈഡിലോട്ട് നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ ചിലരുടെ മുടികളുടെ രീതികളുണ്ട്, ടെക്സ്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വെക്കുന്ന രീതിയായിരിക്കും. ഇപ്പം നമുക്ക് വേറെ സ്റ്റൈൽ പിടിച്ചാലെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അപ്പോഴത്തേനും ഭയങ്കര ടെൻസ്ഡ് ആവും പെട്ടെന്ന്. അത് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം ഞാനിപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈലുണ്ട്, ആ ഹെയർ സ്റ്റൈലിൽ എനിക്ക് ചേരുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, നമ്മൾ അതിൻ്റെ എല്ലാം ചെയ്ത് കറക്റ്റ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചത്. അത് നമ്മൾ അവരെ പ്രസന്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. മനസ്സിലായി? അപ്പം അതിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസ് അവർക്ക് കിട്ടും, ഇതിന് മുന്നേ ചെയ്ത വർക്കിൽ ഈ എന്താ പറയുക, ആ ചെയ്ത ഹെയർ സ്റ്റൈലിൽ നിന്ന് ഇതിന് ഈ ക്യാരക്ടറുമായിട്ട് എത്ര വ്യത്യാസമുണ്ട്, ഈ ക്യാരക്ടറിനോട് എത്രത്തോളം ആപ്റ്റാണ്, നിങ്ങൾ നേരത്തെ ചെയ്ത ലുക്കിൽ നിന്നും വ്യത്യാസമുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കി മറ്റു പടങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്ക് വേണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അതാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ലുക്ക് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശരിക്കും ഒരു ലുക്ക് ടെസ്റ്റിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നു അവരെ ലുക്ക് ടെസ്റ്റിന് വേണ്ടി പ്രെപ്പ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാണ് ചെയ്യാറ്? നമ്മൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ചിലപ്പം ഒരു എന്തൊക്കെയാണ് ആ ക്യാരക്ടറിന് ആർട്ടിസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലുക്ക് ഉണ്ട്, ആ ലുക്ക് ആർട്ടിസ്റ്റിന് സൂട്ട് ആവുന്നുണ്ടോ അല്ലെ ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ലുക്ക് ടെസ്റ്റ് വെക്കുന്നത് നേരത്തെ. അതിപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് ചിലപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ 1.5 ആഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും നമ്മൾ ലുക്ക് ടെസ്റ്റ് വെക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ചില മാറ്റങ്ങൾ പിടിക്കണമെങ്കിൽ ആ ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ അതിലേക്ക് മാറ്റി പിടിക്കാൻ വേണ്ടിയാണ് ലുക്ക് ടെസ്റ്റ് വെക്കുന്നത്. കോസ്റ്റ്യൂം നമ്മൾ ഇപ്പോൾ ആ പടത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഉദ്ദേശിക്കുന്ന കോസ്റ്റ്യൂം ഇട്ടിട്ട് നമ്മൾ ആ ചെയ്യുന്ന ലുക്ക് അതുമായിട്ട് സൂട്ടാണോ, ഈ ക്യാരക്ടറിന് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത ലുക്ക് ക്യാരക്ടറിന് ആപ്റ്റ് ആണോ. ചിലപ്പോൾ നമ്മൾ ഈ ചില ഡിസ്കഷനിൽ നമ്മൾ പറയുന്ന ലുക്കുകൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, അത് ഓക്കെ ആണോ, ആ ലുക്ക് ഓക്കെ ആയി വരുമോ, അത് കറക്റ്റ് ആയിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും നമ്മൾ ലുക്ക് ടെസ്റ്റ് വെക്കുന്നത്. അപ്പൊ നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചാൾ മുന്നേ ലുക്ക് ടെസ്റ്റ് വെക്കാം. ആ ലുക്ക് ടെസ്റ്റിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഇത് ഓക്കെ ആണോ, ഇന്ന ആൾക്ക് ഇത് സൂട്ടാണോ,
അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ആളുടെ താടിയും കാര്യങ്ങളൊക്കെ മീശയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രിം ചെയ്താൽ തന്നെ പിന്നെ വളർന്നു വരാൻ സമയമുണ്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പറയും നമുക്ക് ഈ ക്യാരക്ടറിന് താടി വേണ്ട, അപ്പൊ പറയാനല്ല എനിക്ക് താടി ഇല്ലെങ്കിൽ ഒരു ചിലപ്പോ ഒരു അല്ല കുഴപ്പമില്ല, ക്യാരക്ടറിന് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു ലുക്ക് ടെസ്റ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നാൾ മുന്നേ ആ താടി ഇല്ലാതെ ഒരു ലുക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യും. താടി ട്രിം ചെയ്തിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ലുക്ക് ടെസ്റ്റ് ഫോട്ടോസ് എടുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കും, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക്, ഈ ലുക്ക് നിങ്ങൾക്ക് ഓക്കെ ആണ്. അപ്പൊ അവരും ഡയറക്ടറും നമ്മളെല്ലാവരും ഓക്കെ ആണെങ്കിൽ ആ ലുക്ക് വെച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. മനസ്സിലായി. അല്ല അപ്പൊ ഈ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ അയാൾ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, നമുക്ക് ആ താടി വളർത്താം. മനസ്സിലായി. ഓക്കെ. പിന്നെ ആ ഷൂട്ട് സമയത്തേക്ക് അവർ പറഞ്ഞ താടി വളർത്തിയിട്ട് പഴയ പോലെ നമ്മൾ താടി വെക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ലുക്ക് ടെസ്റ്റ് വെക്കുന്ന നേരം. പിന്നെ ആ ഷൂട്ടിന്റെ സമയത്ത് ഈ പറയുന്ന പോലെ ഡിലേ വരാണ്ടിരിക്കാനും ഷൂട്ടിന്റെ ടൈം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതിനുവേണ്ടി ഡിലേ ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഷൂട്ട് പോകാനും വേണ്ടിയാണ് നേരത്തെ ലുക്ക് ടെസ്റ്റ് വെക്കുന്നത്. നേരത്തെ ലുക്ക് ഫിക്സ് ചെയ്ത് തന്നെ പിന്നെ ആ ടെൻഷൻ ഇല്ല. രാവിലെ വരിക, ഷൂട്ട് തുടങ്ങുന്നതിന്റെ അന്ന് രാവിലെ നേരത്തെ ഷൂട്ട് തുടങ്ങാം, എല്ലാം കറക്റ്റായിട്ട് പൊക്കോളും. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ സ്കെച്ച് ആർട്ടിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു കോർഡിനേഷൻ വരാറുണ്ടോ? അതായത് ഇപ്പൊ ഈ ലുക്കിന്റെ കാര്യം പറഞ്ഞില്ല, ഇപ്പൊ ചിലപ്പോൾ താടി പഠിക്കേണ്ടി വരുമായിരിക്കും, അപ്പൊ അത് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവരൊരു ഡെമോ വല്ലതും കാണിച്ചു തരാറുണ്ടോ? അതെ, നമുക്ക് ചില ക്യാരക്ടറിന് ഇതുപോലെ ചില ഡൗട്ടുകൾ ഇത് വരും. ചിലപ്പോൾ ക്യാരക്ടറിന് പറയും, ഡയറക്ടർ പറയും എനിക്ക് ഈ ക്യാരക്ടർ ഇന്ന ലുക്കുകൾ ഏതൊക്കെ ലുക്കുകളിൽ ചെയ്താൽ ഏതാണ് ആപ്റ്റ് ആവുമെന്ന് അറിയില്ല, അപ്പൊ അതുകൊണ്ട് അതിനൊന്ന് സ്കെച്ച് ചെയ്ത് കാണിക്കാൻ പറയും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സ്കെച്ച് ആർട്ടിസ്റ്റ് നമ്മൾ വിളിക്കാറുണ്ട്. സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് നമ്മൾ കുറച്ച് റഫറൻസ് കൊടുക്കും. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ ഫോട്ടോസിൽ ഫോട്ടോ വെച്ചിട്ട് ഇന്ന ടൈപ്പ് ഹെയർ സ്റ്റൈലുകൾ, ഡിഫറെന്റ് ടൈപ്പ് ഹെയർ സ്റ്റൈലുകൾ, അതേ ഹെയർ സ്റ്റൈലുകളിൽ ഇന്ന ടൈപ്പ് മീശ, ഇന്ന ടൈപ്പ് താടി, ചിലയിൽ താടി ഇല്ലാതെ, ചിലയിൽ ക്ലീൻ ഷേവ്, മീശൻ താടി ഇല്ല, അങ്ങനെ പല പല ടൈപ്പ് ലോങ് ഹെയർ, ആ ക്യാരക്ടറിന് ആപ്റ്റ് ആകുന്ന പല ടൈപ്പ് സ്കെച്ചുകൾ ചെയ്ത് കാണിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ഇതിൽ ഏതാണ് നമുക്ക് ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആവുന്നത്. ആ ആപ്റ്റ് ആവുന്ന ക്യാരക്ടറിന് ഫിക്സ് ചെയ്യുന്ന ലുക്ക് ഈ ആർട്ടിസ്റ്റിന് നമ്മൾ ഇത് ചെയ്ത് നോക്കണം. അത് ലുക്ക് ടെസ്റ്റിന് നോക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് വർക്കാണ് ഞാൻ പറഞ്ഞത്. മേരിക്കുട്ടി ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നാണ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞത്. അത് ലാസ്റ്റ് ടൈം ഇന്ന സമയത്ത് ഇത് പറഞ്ഞ പോലെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തോർന്നും ഇങ്ങനെ ഒരു പെൺവേഷം അണിട്ടിരിക്കുന്ന ഒരാൾ പെൺവേഷം കിടന്ന ക്യാരക്ടർ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആലോചിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് മുന്നേ മായാമോഹിനി എന്ന് പറഞ്ഞ ദിലീപേട്ടൻ പെൺവേഷം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അത്രയും എക്സ്ട്രീം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെയും ഞാനൊരു പെൺവേഷം ചെയ്യുമ്പോൾ ലോങ് ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇതില്ല, പുതുമയില്ല. അപ്പൊ ഞാനതൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ വന്നു വെച്ചാൽ ഒരു ഹെയറിന് ലെങ്ത് ഇല്ലാത്ത ടൈപ്പ് ഒരു ഹെയർ സ്റ്റൈൽ. അങ്ങനെയാണ് ഞാൻ ഷോർട്ട് ഹെയറിലേക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. അതിന്റെ കുറച്ച് റെഫറൻസസ് അയച്ചു കൊടുത്തു സ്കെച്ച് ആർട്ടിസ്റ്റിന്. പെട്ടെന്ന് എനിക്ക് 2 സ്കെച്ച് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജയേട്ടന്റെ ഫേസിൽ ആ ഷോർട്ട് ഹെയർ വെച്ചിട്ടുള്ള 1-2 സ്കെച്ച് ചെയ്ത് കാണിച്ചു. അപ്പൊ അത് വെച്ചിട്ടാണ് അവരത് ഓക്കെ ആയി. അതിൽ നിന്ന് ഒരു ഇത് സെലക്ട് ചെയ്ത് അത് പെട്ടെന്ന് അത് വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ഒരെണ്ണം നമ്മൾ മേക്ക് ചെയ്തു. അത് വെച്ചിട്ട് വർക്ക് ചെയ്ത് പോയി. ഇപ്പൊ ഞാൻ മേരിക്കുട്ടിക്ക് ലാസ്റ്റ് ഇത്രയും എഫേർട്ട് ഈ പറഞ്ഞല്ലോ ഭയങ്കര റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴത്തേനും ഫസ്റ്റ് ടീമിനോട് എന്താണ് എന്താ പറയുക, താങ്ക്സ് പറയും. അത്രേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് തന്നെ ഉള്ളൂ. കാരണം ഞാൻ ഇവിടം വരെ എത്തിയതിന് ഏറ്റവും എൻ്റെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ടീമിനോട് തന്നെ നന്ദി പറയുള്ളൂ. കാരണം ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ പോലും എനിക്ക് ചില സമയങ്ങളിൽ സെറ്റിൽ എത്തിപ്പെട്ടാൻ പറ്റാതെ ഞാൻ വേറെ സെറ്റുകളിൽ വർക്കിൻ്റെ ഇതാ നിൽക്കുമ്പോൾ ഈ ഞാനില്ലാത്ത സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന എൻ്റെ ടീമിനോട് തന്നെ നന്ദി പറയുള്ളൂ. അവരാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ എത്തിച്ചെന്ന് പറയുള്ളൂ. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം എൻ്റെ ബാക്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടം വരെ എത്താൻ പറ്റില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ നോർമലി ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പൊ നടക്കുന്ന പ്രോജക്ട്സ് ഇപ്പൊ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ അയാം ഗെയിം നടക്കുന്നുണ്ട്, ഒറ്റക്കൊമ്പനൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇപ്പോൾ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ആണെങ്കിലും ചില സമയത്ത് ഇപ്പോൾ ഒറ്റക്കൊമ്പന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്സ് വരുമ്പോഴത്തേനും അതേ ലുക്ക് ആർട്ടിസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അതുപോലെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇൻ കേസ് ചില സമയത്ത് അവരുടെ സൈഡിൽ നിന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ആ കണ്ടിന്യൂറ്റി നമുക്ക് പിടിക്കാൻ എത്രത്തോളം പോസിബിൾ ആണ് ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് ഇത് വെച്ചിട്ട്? നമുക്ക് ഇത് ആഡ് ഓൺ പരിപാടിയിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ചില ഇപ്പൊ മീശ താടി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് മീശ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഇപ്പം ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലിസ്റ്റ് ചോദിക്കും. അപ്പൊ അസൻ്റായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യും ഇന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ഞാൻ പറയും ഇന്ന ആർട്ടിസ്റ്റുകളുടെ ഇപ്പോഴത്തെ ലുക്കിന്റെ അവസ്ഥ എന്താണ്, നമുക്ക് നമ്മുടെ ചോദിക്കണം, നമ്മൾ അന്വേഷിക്കും. അത് ഇപ്പോഴത്തെ ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കണ്ടിന്യൂറ്റി പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ എന്ന് അന്വേഷിക്കാൻ പറയും.
ഓക്കെ. അപ്പോൾ അവരത് നേരെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവർ ഓരോ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരുടെ ഫോട്ടോസ് ചോദിക്കും. ഫോട്ടോസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇന്ന ഡേറ്റ്സ് നമുക്ക് ഷൂട്ട് തുടങ്ങുന്നുണ്ട്, ആ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണോ. അപ്പോൾ ആ ആർട്ടിസ്റ്റിന് ഫോട്ടോസ് കിട്ടുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വരാം, ഓക്കെ ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ താടി കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ മീശ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ ആ കണ്ടിന്യൂറ്റി ഫോട്ടോ വെച്ചിട്ട് ആ സെയിം ടൈപ്പിലൊരു മീശ ഒരെണ്ണം വേറെ ചെയ്യിപ്പിക്കും. ഓക്കെ. എന്നിട്ട് അത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളത് ഒട്ടിച്ച് അത് മാച്ച് ചെയ്ത് പോകും. അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഏതെങ്കിലും ആർട്ടിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്? പല സ്ഥലങ്ങളിലും പെട്ടുപോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളുടെ ഇൻഡസ്ട്രി അങ്ങനെയാണ്. കാരണം വളരെ മറ്റ് ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ബാക്ക് ടു ബാക്ക് ആണ് ഒരുപാട് സിനിമകൾ നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഒരിക്കലും മറ്റ് സിനിമ തമിഴിലെയും തെലുങ്കിലെയും പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്രയും കാലം നാളെ നിൽക്കാൻ ആർക്കും പറ്റില്ല. അത് ആർട്ടിസ്റ്റിനാണെങ്കിൽ പോലും ടെക്നീഷ്യൻസ് ആണെങ്കിൽ പോലും ആർക്കും പറ്റില്ല. മനസ്സിലായി. അപ്പൊ അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിനിമ തീരാൻ ചില പല കാരണങ്ങൾ കൊണ്ട്, ടെക്നിക്കൽ വൈസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പൊ ക്ലൈമറ്റിന്റെ ആണെങ്കിലും പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ചില സിനിമകൾ ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിന് പോകുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേറെ വർക്കിൽ പോയി ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ലുക്ക് വേറെ ആയിരിക്കാം. അപ്പൊ ഇവിടുത്തെ ലുക്ക് കോംപ്രമൈസ് ചെയ്ത് ചെയ്യേണ്ടി വരും. ചിലവര് കുറെ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ കുറെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് പോകും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. മനസ്സിലായി. അപ്പൊ നമ്മുടെ അടുത്ത് കണ്ടിന്യൂറ്റി ഒക്കെ പോകും. അത് ചിലപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യും അവര്, ഇങ്ങനെ നമ്മുടെ ഇത് ഞാൻ ട്രിം ചെയ്യുന്നുണ്ട്, അതിനുള്ളൊരു ഇന്ന സമയത്ത് ഞാൻ വരുമ്പോൾ ചിലപ്പോൾ മീശ ഉണ്ടാവില്ല, നിങ്ങൾ അതിനുള്ളൊരു വഴി കാണണം. ചിലവര് ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉള്ളതൊക്കെ വെച്ചിട്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ ചെയ്ത വർക്ക്സിനൊക്കെ തന്നെ ഭയങ്കര ഇമ്മൻസ് അപ്രിസിയേഷൻ ഉണ്ട് ഇപ്പോൾ റോണക് സീവിയർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്. പക്ഷെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചില ക്രിറ്റിസിസംസ് കേൾക്കാറുണ്ട്. ഒരുപാടില്ല, ആകെ വളരെ ഫ്യൂ ആണ്. അപ്പോൾ അതിലൊന്നിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ മേക്കപ്പ് കണ്ട് അത്ര കൺവിൻസ് ആവാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനത്തെ കമൻസ് വരുമ്പോഴത്തേനും അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഓക്കെ, ഇത് എവിടെയായിരിക്കാം, ഇങ്ങനെ ഏത് പ്രോസസ്സിലായിരിക്കാം നമുക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ഒപ്പീനിയൻസ് കൂടെ നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നേനെന്ന് തോന്നിയിട്ടുള്ളത്? അത് നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മുടെ ജഡ്ജ്മെന്റ് ഇതായി പോകുന്നത്. നമ്മൾ ചെയ്യുന്ന സാധനങ്ങളിൽ നമ്മൾ എന്താ പറയുക, എല്ലാവരുടെയും അഭിപ്രായങ്ങളും എല്ലാവരുടെയും ഇതിലും ഇരുന്ന് എന്താ പറയുക സജഷൻസ് വെച്ചിട്ട്, ഇപ്പം ഡയറക്ടർ, ക്യാമറമാൻ, അങ്ങനെയുള്ള എല്ലാവരും സജഷൻസ് വെച്ചിട്ട് ഇരുന്ന് നമ്മൾ ഒരു ലുക്കിലെത്തുന്നതാണ്. ആ ലുക്ക് നമ്മൾ ആർട്ടിസ്റ്റിലേക്ക് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നത്. അത് പിന്നീട് നമ്മൾ ചിലപ്പോൾ അത് ആ ജഡ്ജ്മെന്റ് ഓക്കെ അല്ലാതെ വരുന്നതാണ് പറ്റുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അതൊരു എന്താ പറയാ പറയുന്നത് നല്ല തന്നെ വിചാരിക്കാം. കാരണം ഇപ്പൊ ഞാനിപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോൾ ചില വർക്കിൽ നമ്മൾ ചില വിഗ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ചില മീശ ഒട്ടിക്കുമ്പോഴോ ക്യാമറമാനോ ഡയറക്ടർ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഓക്കെ, ചിലപ്പോൾ ആർട്ടിസ്റ്റ് പറയും നന്നായിട്ട് അടിപൊളിയാന്ന് പറയും. ചിലപ്പോൾ സെറ്റിൽ ചെല്ലുമ്പോൾ ക്യാമറമാൻ പറയും, ഡയറക്ടറും ചിലപ്പോൾ നന്നാ പറയും, ക്യാമറമാൻ പറയില്ല ഇത് വർക്കല്ല, ശരിയായിട്ടില്ല, അതൊരു ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവിടെ സമയത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത് അതില്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? അത് പറയുന്നത് ചിലപ്പോ എന്ന് വെച്ചാല് ആ ഒരാൾക്ക് അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാല് അത് സിനിമയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മാറ്റാൻ പറ്റില്ല ഒരിക്കലും. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലം നമ്മൾ കാണുന്നതാണ്. അതപ്പോ അത് ചീത്തപ്പേര് വന്നാൽ എപ്പോഴും കാലാകാലം കണക്കാ ചീത്തപ്പേര്. അപ്പൊ അതിന് മുന്നേ ആരെങ്കിലും ഒരാളത് നല്ല അല്ലെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഇപ്പൊ ആ സമയത്ത് അത് ആർക്കും അത് എന്താ പറയാ, ഇപ്പം വർഷങ്ങളുടെ ആ സമയത്ത് അത് ആർക്കും അത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അത് ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നീട് നമ്മളത് ആവർത്തിക്കാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം നമ്മൾ അത്രയും കുറെ കൂടി നമ്മൾ ശ്രദ്ധിക്കും. അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് കുറെ കൂടി ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ആള് പറഞ്ഞിങ്ങനെ കേട്ടാണ്. ഇപ്പോൾ പണ്ട് ചില സിനിമകളിൽ ഇപ്പോൾ വിഷ്വൽസ് കാണുമ്പോഴത്തേനും നമുക്ക് ക്ലിയർ ആയിട്ട് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത് വെപ്പ് മീശയാണ് എന്ന് നമുക്ക് എടുത്തറിയാൻ പറ്റും. പക്ഷെ ഇന്നത്തെ മേക്കപ്പ് ഈ പറയുന്ന എന്താ പറയുക ഇൻഡസ്ട്രി ഇപ്പം ഇത്രയും എക്സ്പാൻഡ് ആയിട്ടുണ്ട്, ഇത്രയും ഭയങ്കര ടോപ്പ് നോച്ച് നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്ഷൻ വരുത്താൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിക്കുകയാണ്, ക്ലീൻ ഷേവ്, അത് മീശയും താടി ഇല്ലെങ്കിൽ പോലും പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നിക്കുന്ന ഇത് പോസിബിൾ ആണോ? ലുക്ക് പോസിബിൾ ആണോ? ആണ്. അതുപോലത്തെ എന്താ പറയുക, അത് അങ്ങനത്തെ ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇപ്പോൾ ഉണ്ട്. നമുക്കിപ്പോൾ ഉണ്ട്, ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റേ ചെന്നൈയിലും ബോംബെയിലൊക്കെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാച്ചുറലായിട്ട് ചെയ്തിരുന്ന അത്രയും ക്രാഫ്റ്റുള്ള ബിഗ് മേക്കേഴ്സും ആളുകളുണ്ട്. ഇച്ചിരി ടൈം വേണമെന്നുള്ളൂ, പെട്ടെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നുള്ളൂ. അപ്പൊ അത് ചെയ്തെടുക്കാനായിട്ടൊരു നമ്മളിപ്പോ ഒരു കറക്റ്റ് അതിന്റെ ഫോട്ടോ, നമുക്ക് ഇന്നതാണ് വേണ്ടത് എന്നുള്ളൊരു ഫോട്ടോ, അതിന്റെ അളവ്,
കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതുപോലെ ഉണ്ടാക്കി തരുന്ന ആളുകളുണ്ട്. അപ്പൊ എത്ര വർഷം ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇൻഡസ്ട്രിയിൽ മേക്കപ്പ് ഇൻഡസ്ട്രി വളർന്നിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? ഇപ്പൊ ഒരു ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് അങ്ങനെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഒരു മീശ വേണമെന്ന് പറയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്കൊരു ഫോട്ടോസ് നമുക്ക് കറക്റ്റ് റെഫറൻസ് കൊടുക്കാൻ പറ്റും, അളവ് കൊടുക്കാൻ പറ്റും, പിൻ പോയിന്റ് പറയാൻ പറ്റും ഏത് വേണം എന്നുള്ളത്. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വിഗിന്റെ റെഫറൻസോ അല്ലെങ്കിൽ ഒരു മീശ റെഫറൻസ് കൊടുത്താൽ ആ വിഗ് മേക്കറായിട്ട് ഞാൻ കൂടിപ്പോയ അത് ചെയ്ത് കിട്ടുന്നവരെ ഞാൻ സംസാരിക്കും ആളായിട്ട്. എനിക്ക് ഇങ്ങനെ വേണം, നെറ്റ് ഇങ്ങനെ ആയിരിക്കണം, അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ എന്താ ഫിനിഷിങ്ങിന്റെ ഏരിയ എനിക്ക് ഇങ്ങനെ വേണം, കളർ ഇങ്ങനെ വേണം, ടെക്സ്ചർ ഇങ്ങനെ വേണം. കാരണം മാക്സിമം എത്രത്തോളം നാച്ചുറൽ ആക്കാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറൽ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇത് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഓഡിയൻസ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഓഡിയൻസും ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒക്കെ ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്ന ആളുകളാണ്. നോട്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പൊ ഓൺലൈനിൽ നല്ല രീതിയിൽ വിളിച്ചു പറയും അത്. അപ്പൊ അത് നമുക്കത് അങ്ങനെ ഒരു ചീത്തപ്പേര് വരരുത് എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതുകൊണ്ട് അത് എത്രത്തോളം നന്നാക്കാൻ ശ്രമിക്കും. എന്നാൽ പോലും ചിലപ്പോൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാളി പോവാറുണ്ട്. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓക്കെ അല്ലെന്ന് മനസ്സിലായ അപ്പൊ തന്നെ പറയും ഇത് വർക്ക് ആയിട്ടില്ല, കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റാറുമുണ്ട്. ഒരുപാട് മാറ്റിയിട്ടുമുണ്ട് ഒരുപാട് വർക്കുകളൊക്കെ. ഇപ്പൊ റോണക് സേവ്യർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ടോപ്പ് 5 ബെസ്റ്റ് വർക്ക് പറയാൻ പറഞ്ഞ ഏത് പറയും? മേരിക്കുട്ടി, പൂക്കാലം, അങ്കമാലി ഡയറീസ്, ഈമായോ, ഓക്കെ, പറയാം ദേശേറ വർക്ക് വെച്ചിട്ട് ഒരുപാട് നല്ല വർക്കുകൾ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് എനിക്ക് മനസ്സുകൊണ്ടും എല്ലാം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരുപാട് വർക്കുകളുണ്ട്. അത് കുറെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, കുറെ ചിലപ്പം വിചാരിച്ച പോലെ വരാതെ പോയ പടങ്ങളുണ്ട്. ഫ്യൂച്ചർ പ്രൊജക്ട്സ് പറയാനുണ്ടോ? ഈ പറഞ്ഞ നമ്മുടെ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. തമിഴിപ്പം ധനുഷിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്, വിഘ്നേഷ് രാജ എന്ന ഡയറക്ടർ, പോർത്തൊഴിലിന്റെ ഡയറക്ടർ. പിന്നെ ഇപ്പം വിജയ് ദേവറക്കൊണ്ടൊരു പടം ചെയ്യുന്നുണ്ട്, ഡയറക്ടർ പുതിയ ആളാണ്. മലയാളത്തിൽ ഐ ആം ഗെയിമും ഒറ്റക്കൊമ്പൻ, അതിരടി എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ, ബേസ്ലൈൻ സൈലത്തിന്റെ ബാലൻ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്. മറ്റേ ചിദംബരം ഡയറക്ട് ചെയ്യുന്ന പടം, മഞ്ഞുമൽ ബോയ്സിന്റെ. പിന്നെ കുറച്ച് പടങ്ങളുണ്ട്, എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. അല്ല ഓടല്ല അങ്ങനെയല്ല, എല്ലാം കൂടി ആട് 3 ഞാൻ പറഞ്ഞില്ലേ വലിയ പരിപാടിയാണ്. ആട് 3 എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് കഴിയാറായില്ലേ? ഓൾമോസ്റ്റ് ആയി. അതിലെന്തെങ്കിലും നമ്മൾ അറിയാത്ത എന്തെങ്കിലും പുതിയ ലുക്കോ എല്ലാം വരുന്നുണ്ടോ? ജേട്ടന്റെ നമുക്കറിയാം അത് ഒരു ഏരിയയില് ടൈം ട്രാവൽ പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് കുറച്ച് പോർഷൻ വേറെ ലുക്കാ എല്ലാവർക്കും. ഈ പ്രായം കൂടുതലോ കുറവായിട്ട് അല്ല, വേറൊരു കാലഘട്ടം. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അതിനകത്ത് വേറൊരു ഇതിലേക്ക് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു സസ്പെൻസ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കുറെ കൂടി എന്റർടൈൻമെന്റ് പരിപാടി ആയിരിക്കും ഇപ്രാവശ്യം. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോജക്ട്സിലും ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ വന്ന് രസിപ്പിക്കുന്നതിൽ ഈ പറഞ്ഞ റോണക് സേവ്യർ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു.